പേരമലയിലെ വീട്ടിലെത്തും മുമ്പ് അഫാനും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, ഇന്ന് ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളിലേക്കൊക്കെയാണ് ഇനി നമ്മൾ കടക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഏറ്റവും നിർണായകമായ ഈ കൊലപാതകങ്ങൾ ചെയ്ത അഫിൻ്റെ അമ്മ ഷെമിയുടെ മൊഴി എടുക്കാനാണ് ഇന്ന് പോലീസ് ആലോചിക്കുന്നത്. ഇതോടൊപ്പം അഫിൻ്റെ പിതാവ് റഹീം അല്പസമയത്തിനകം നാട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് മടങ്ങിയെത്തുന്നത്. ആശമാരുടെ സമരം 19 ദിവസത്തിലേക്ക് കടക്കുക. 19ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ CITU ബദൽ സമരം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് AG's ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായി വാർത്തകൾ കാത്തിരിക്കുന്നതിന് ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ അഫാന്റെ അമ്മയുടെ മൊഴി ഇന്നെടുക്കും. ഗൾഫിൽ നിന്ന് പിതാവ് റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. കൂടുതൽ കേസുകളിൽ അഫാന്റെ അറസ്റ്റ് ആശുപത്രി വിട്ട ശേഷം. നിയമവിദ്യാർത്ഥിനി മൗസയുടെ ആത്മഹത്യയിൽ എത്തും പിടിയും കിട്ടാതെ പോലീസ്. ആൺ സുഹൃത്തിനെ ഇനിയും കണ്ടെത്താനായില്ല. കേരളം വിട്ടെന്ന സംശയം. മൗസയുടെ ഫോൺ എവിടെയെന്നും വിവരമില്ല. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഹൈക്കമാൻഡ്. മുതിർന്ന നേതാക്കളുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച. ശശി തരൂർ വിവാദവും ചർച്ചയാകും. KC വേണുഗോപാൽ പങ്കെടുക്കില്ലെന്ന് സൂചന. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള CPM സെക്രട്ടേറിയറ്റ് ഇന്ന്. സമ്മേളന രേഖ അന്തിമമാക്കൽ മുഖ്യ അജണ്ട. അടുത്തയാഴ്ച കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തും. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. അന്വേഷണം പൂർത്തിയായില്ലേ എന്ന് കോടതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നിയമസഭയ്ക്ക് മുന്നിലേക്കും സമരം വ്യാപിപ്പിക്കാൻ ആശമാർ. സമരം 19ാം ദിവസം. ഇന്നും CITUവിന്റെ ബദൽ സമരം. GPOയിൽ നിന്ന് AG's ഓഫീസിലേക്ക് മാർച്ച്. സമരം ഒത്തുതീർക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലും ബലപ്പെടുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ അവലോകന യോഗം വയനാട്ടിൽ. ഗുണഭോക്തൃ പട്ടികയിലെ പരാതികൾ ചർച്ചയ്ക്കെടുക്കും. യോഗം റവന്യൂ മന്ത്രി K. രാജന്റെ നേതൃത്വത്തിൽ. US സൈന്യത്തിലെ ട്രാൻസ്ജെൻഡറുകളെ പുറത്താക്കാൻ പ്രസിഡന്റ് ട്രംപ്. മെമ്മോ പുറത്തിറക്കി പെന്റഗൺ. ട്രംപ് തിരുത്തുന്നത് 2016 ബരാക് ഒബാമ എടുത്ത തീരുമാനം. രഞ്ജി ട്രോഫി ഫൈനലിൽ ലീഡ് നേടാൻ പൊരുതി കേരളം. ഇന്നലെ കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 131. സച്ചിൻ ബേബിയും സർവാത്തെയും ക്രീസിൽ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. ദമാമിൽ നിന്ന് യാത്ര തിരിച്ച റഹീം 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത്. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, റഹീമിനെ സംബന്ധിച്ച് ഇത്രയേറെ വർഷങ്ങൾ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതാകട്ടെ ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ്. അതിനോട് പൊരുത്തപ്പെടുക അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരിക്കും. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഉള്ളത്? ഷമീനയുടെ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു? വിമാനത്തിലാണ് ദമാമിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. 8 വർഷത്തിന് ശേഷമാണ് ഈ റഹീം സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഏറ്റവും സന്തോഷത്തോടെ ചേർത്ത് നിർത്തേണ്ടിയിരുന്ന ഇളയ മകൻ ഉൾപ്പെടെ ഈ ഭൂമിയിൽ ഇന്നില്ല എന്ന് അംഗീകരിക്കാനാവാതെ ഇപ്പോഴും ചങ്ക് പൊട്ടി അദ്ദേഹം കരയുകയാണെന്നാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നമ്മളോട് വ്യക്തമാക്കിയത്. ആ വേദനയ്ക്ക് നടുവിലേക്ക് ഇന്ന് റഹീം വന്നിറങ്ങുമ്പോൾ 2 വശങ്ങളിലായി. ഒരു വശത്ത് തന്റെ ഭാര്യ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് പോലീസ് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുമ്പോഴും
വീണ്ടും ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുവരവിലാണ്. മറുവശത്ത് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ കേസിൽ പോലീസിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിൽ തുടരുന്ന മൂത്ത മകൻ അഫാൻ ഒരു കേസിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശേഷിക്കുന്ന കേസുകളിലും വൈകാതെ അറസ്റ്റ് ഉണ്ടാകും. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും എപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആ 2 വർഷങ്ങളിലായി ഏറ്റവും ചേർത്ത് നിർത്തിയിരുന്ന 2 പേർ വേദനകൾക്ക് നടുവിൽ കഴിയുകയാണ്. ഇതിന് നടുവിലേക്കാണ് അല്പസമയത്തിനകം റഹീം വന്നിറങ്ങുന്നത്. എങ്ങനെയായിരിക്കും വൈകാരികമായ രംഗങ്ങൾ എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാം. വളരെ വേദന ഉളവാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ നാട് ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴും ആ സാധാരണ ഗ്രാമം, ഈ പേരമല എന്ന ഗ്രാമം, ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടായി എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ തന്നെയാണ്. അവിടേക്ക് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഹീം എത്തുമ്പോൾ അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെയുണ്ട്. തന്റെ പിതാവിന്റെ തന്റെ സഹോദരന്റെ ഭാര്യ, ഉമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ കൂട്ടക്കൊലപാതകത്തിൽ എന്നേക്കുമായി ഇല്ലാതായിരിക്കുകയാണ്. ഇതിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് റഹീമിന് ഒരു സൂചനകളുമില്ലെന്ന് അദ്ദേഹം പോലീസിനോട് മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെ പലതവണ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക ബാധ്യതകളുടെ കാരണം എന്ത് എന്ന കാര്യം ഈ റഹീമിൽ നിന്ന് തന്നെ ചോദിച്ചറിയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടി ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനെയൊരു കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് റഹീം നൽകിയ മൊഴി ഈ മകൻ നൽകിയ മൊഴി, അഫാൻ നൽകിയ മൊഴി മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. വ്യക്തമാകാനുള്ളത് ഈ ലഹരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെയോ ഉപയോഗം ഉള്ളതായുള്ള ഒന്നും ഈ മെഡിക്കൽ റിപ്പോർട്ടുകളിലൊന്നും പരിശോധനകളൊന്നും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ റഹീമിന് ഈ അഫാന് കഴിഞ്ഞു എന്ന ഒരു വലിയ ചോദ്യമാണ് പോലീസിന് മുമ്പിലും അവശേഷിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 2 പേരെയാണ് ഈ അനിയനെയും അതോടൊപ്പം തന്നെ പെൺസുഹൃത്തിനെയും ഫർസാനെയും ഇങ്ങനെ ഏറ്റവും വികൃതമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. അതിന്റെ കാരണം ഈ മറ്റെന്തെങ്കിലും ഉണ്ട്, ഈ സാമ്പത്തിക ബാധ്യത എന്ന പ്രതി പറയുന്ന കാരണത്തിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൽ ബാക്കിയാകുന്നുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മറ്റ് കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ, കഴിഞ്ഞ 72 മണിക്കൂറിലേറെയായി അഫാൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. ആ സമയത്ത് അസ്വാഭാവികമായ പെരുമാറ്റമോ ആ തരത്തിൽ എന്തെങ്കിലും അഫാൻ പ്രകടിപ്പിക്കുന്നുണ്ടോ, അതോ പൂർണ്ണമായി ഈ അന്വേഷണത്തോട് ആദ്യഘട്ടത്തിൽ ആ ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരുന്നില്ല? ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുമോ? ഡാൻ, ഞാൻ ചോദിച്ചത് കഴിഞ്ഞ 2 ദിവസത്തോളമായി അഫാൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണല്ലോ ഉള്ളത്. ആ നിരീക്ഷണ സമയത്ത് ഏതെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റമോ മറ്റോ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ, അതോ തീർത്തും സ്റ്റേബിളായി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന യാതൊരു കുറ്റബോധവും ഇല്ലാതെ തന്നെയാണോ അഫാൻ പെരുമാറുന്നത്? അന്വേഷണത്തോട് സഹകരിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവമായിരുന്നില്ല ഈ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സെല്ലിലേക്ക് മാറ്റിയതിനു ശേഷം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കയ്യിൽ കൽപ്പിച്ചിരുന്ന ക്യാനില അടക്കം വലിച്ചു മാറ്റാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് ഈ വിഷാംശം ഉള്ളിലുണ്ട്, താൻ കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചെന്ന് ആദ്യം മൊഴി നൽകിയ അഫാൻ അത് പിന്നീട് മാറ്റി ശീതളപാനീയത്തിലാണ് ഇങ്ങനെ ഈ വിഷം കലർത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ പോലീസിന്റെ നിരീക്ഷണം തുടരുന്നു. പക്ഷേ ഈ ശ്രമങ്ങളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പോലീസിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു സാഹചര്യമായി മാറി. പക്ഷേ അതിനൊന്നും പ്രതി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സമയത്തും വിശദമായ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു മനോഭാവമായിരുന്നു അഫാന്റേത്. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥർ പല സംഘങ്ങളായി പല തരത്തിലൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന വഴിക്കാണ് ഇത്രയധികം കാര്യങ്ങൾ, അതായത് ഈ ഷെമിയുടെ പേരിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, 12ഓളം ആളുകളിൽ നിന്ന് വൻതുകകൾ കൈപ്പറ്റിയിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ
കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ ഇവരെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിലെ ചേതോ വികാരം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. അതിലൊരു വ്യക്തത ഇതുവരെ കൈവരിക്കാനായിട്ടില്ല. ഒരുപക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുക ഷെമിക്ക് മാത്രമായിരിക്കും. കാരണം ഷെമിയുടെ അപകടനില തരണം ചെയ്തിട്ടില്ല എങ്കിലും ആരോഗ്യസ്ഥിതി അത് കഴിഞ്ഞ ദിവസങ്ങളിലേതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഈ ഷെമിയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഡോക്ടർമാരുമായി അടക്കം അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ മറ്റ് ആശങ്കാജനകമായ കാര്യങ്ങളൊന്നുമില്ല. അവർ വൈകാതെ തന്നെ സുഖം പ്രാപിച്ചെത്തും എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഷെമിയുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമായി മാറുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ഒരു പോലീസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ ഈ അഫാന്റെ പിതാവ് കൂടി നാട്ടിലേക്ക് എത്തുമ്പോൾ പിതാവിന്റെ കൂടി സാന്നിധ്യത്തിൽ ഈ ഷെമിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ആ കേസിന് ഏക ദൃക്സാക്ഷിയായി അവശേഷിക്കുന്ന ജീവനോടെ അവശേഷിക്കുന്ന ഷെമി, ആ ഷെമിയിൽ നിന്ന് ഈ വലിയ കൊടും പാതകത്തിലേക്ക് തന്റെ മൂത്ത മകനെ നയിക്കാനിടയായ സാഹചര്യം എന്ത് എന്ന ഏറ്റവും നിർണായകമായ ചോദ്യത്തിന് വൈകാതെ തന്നെ ഉത്തരം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 8 വർഷത്തിനു ശേഷം റഹീം നാട്ടിലെത്തുമ്പോൾ പോയതുപോലെ അല്ല കാര്യങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട ഇളയ മകനും സ്വന്തം മാതാവും സഹോദരനും ഭാര്യയും അടക്കം ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് വരുന്നത്. മൂത്ത മകനാകട്ടെ ഈ കൊലപാതക കേസുകളിൽ പ്രതിയായി ആശുപത്രിയിൽ കഴിയുകയുമാണ്. മറ്റു വാർത്തകൾ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല യോഗം ഇന്ന് വയനാട്ടിൽ നടക്കും. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അവലോകന യോഗം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഇന്ന് ഈ യോഗം നടക്കുന്ന ദിവസം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന അവഗണനയിൽ പ്രതിഷേധിച്ച് UDFന്റെ ജില്ലാ കളക്ടറേറ്റ് ഉപരോധവും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പല പരാതികളും ഉയരുന്നുണ്ട്, അതിനെതിരെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് ഈ മന്ത്രിതല യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക? ശ്രീജ, വയനാട് ദുരന്തമുണ്ടായി 7 മാസം കഴിയുമ്പോഴും പുനരധിവാസം കൃത്യമായി നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാവുന്നില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കളക്ടറേറ്റിലേക്ക് ഉപരോധ സമരവുമായി അവർ നീങ്ങുന്നത്. നേരത്തെ ദുരന്തബാധിതരായ ആളുകൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരി പൂർണ്ണമായും കാര്യങ്ങൾ കൈയൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ സ്ഥലമേറ്റെടുക്കൽ പോലും അനിശ്ചിതമായി നീളുന്നു. ഒപ്പം ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ചകൾ ഉണ്ടാവുന്നു. ഒപ്പം ഈ സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഈ 300 രൂപ വെച്ച് ദുരന്തബാധിതർക്ക് നൽകിയിരിക്കുന്ന ധനസഹായം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ ദുരന്തബാധിതരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളും അനിശ്ചിതത്തിലാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ടി സിദ്ദിഖ് MLA ആരോപിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മന്ത്രിതല സമിതി ഇന്ന് വയനാട്ടിലെത്തുന്നത്. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം നടക്കുക. നേരത്തെ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നിരുന്നു. അതേ തുടർന്ന് വീണ്ടും പട്ടിക പുതുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴും 36ഓളം പരാതികൾ ഈ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. ഇക്കാര്യങ്ങൾ വളരെ വിശദമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം ഒറ്റ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നേരത്തെ 2 ഇടത്തായി സ്ഥലം കണ്ടെത്താനാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒറ്റയിടത്ത് മാത്രം എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്താൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ ഈ മന്ത്രിസഭാ യോഗം ചേർന്ന് ഒരു നിർണായക തീരുമാനം കൂടി എടുത്തിരുന്നു. ഈ സ്പോൺസർഷിപ്പ്, അതായത് ഈ ടൗൺഷിപ്പ് പരിധിയിൽ വീടുകൾ സ്പോൺസർ ചെയ്യുന്നതിന് ആദ്യം 30 ലക്ഷം രൂപയാണ് നിജപ്പെടുത്തിയിരുന്നത്. അത് പിന്നീട് 25 ലക്ഷം രൂപയായി കുറച്ചിരുന്നു. ഇപ്പോൾ 20 ലക്ഷം രൂപയായി കുറച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം 12 വർഷത്തേക്ക് ഈ ലഭിക്കുന്ന വീടുകൾ അന്യാധീനപ്പെട്ടു പോകാൻ, അതായത് കൈമാറുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തും. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ
സംയുക്തമായി പേരിലായിരിക്കും വീട് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. സമയബന്ധിതമായി ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. മറുവശത്ത് ഈ കൃത്യമായൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സമരമുഖത്ത് സജീവമാകാനാണ് UDFന്റെ തീരുമാനം. UDF സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായി വയനാട് സമരത്തെ കാണുന്നുമുണ്ട്. ഷീജ. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി അവലോകന യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ നടക്കുകയാണ്. UDFന്റെ കളക്ടറേറ്റ് ഉപരോധ സമരവും ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. ഇനി സംസ്ഥാന കോൺഗ്രസിലെ വിഷയങ്ങളിലേക്കാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡിന്റെ നിർണായകമായ കൂടിക്കാഴ്ച. പലവിധ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വെച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി AICC ആസ്ഥാനത്ത് വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ച. അതേസമയം ശശി തരൂരിന്റെ നിർണായക പദവിയിലേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. തുടർച്ചയായി പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരികെയെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഉടലെടുത്ത അഭിപ്രായ ഭിന്നതകളും അധികാര തർക്കവും വിജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർക്ക് പുറമെ മുൻ പ്രതിപക്ഷ നേതാവിനും മുൻ KPCC അധ്യക്ഷന്മാർക്കും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണമുണ്ട്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് ഡൽഹിയിലെത്തുന്നതിന് പകരം കോൺഗ്രസ് അധ്യക്ഷന് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച വിശദമായ കത്ത് കൈമാറിയതായാണ് സൂചന. ദേശീയ നേതൃത്വവുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി KPCC അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന പ്രചാരണം നടത്തിയതിൽ ചില മുതിർന്ന നേതാക്കൾക്കും പങ്കുള്ളതായാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. AK ആന്റണി, വയലാർ രവി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തലപ്പത്ത് നേതൃമാറ്റം വേണ്ടെന്ന നിലപാട് സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചതായാണ് വിവരം. അതേസമയം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും ഇന്ന് ചർച്ചയാകുമെന്നാണ് വിവരം. അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ തലപ്പത്തെ അഴിച്ചുപണിക്ക് മുതിർന്നാൽ സാമുദായിക സമവാക്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം അവഗണിക്കുകയാണെന്ന പരസ്യ നിലപാടുമായി രംഗത്തെത്തിയ ശശി തരൂരിനെ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കൂടുതൽ ചുമതലകൾ നൽകുന്ന കാര്യവും ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിശദ വിവരങ്ങൾ ഡാൻ കുര്യൻ തന്നെ നൽകും. ഡാൻ, പലവിധ പ്രശ്നങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിലുള്ളത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഘടകകക്ഷികൾ തന്നെ പലപ്പോഴായി സൂചന നൽകുന്നുമുണ്ട്. ഇതിനിടയിലാണ് തരൂരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ വേറെയും വരുന്നത്. പക്ഷെ തരൂരിനെ ഒരു തരത്തിലും തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലും കൂടി നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ളൊരു പരിഹാരം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? തരൂരിന് ഒരു നിർണായക റോൾ, അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹൈക്കമാൻഡ്? രണ്ടാഴ്ചക്കിടയിൽ 2 വിവാദങ്ങളാണ് കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുണ്ടായത്. അതിലൊന്ന്, ശശി തരൂർ തുടർച്ചയായി ഈ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ലേഖനം, അദ്ദേഹം പോഡ്കാസ്റ്റിൽ നൽകിയ വിശദാംശങ്ങൾ എന്ന പേരിൽ പത്രത്തിൽ അച്ചടിച്ചു വന്ന കാര്യങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റമില്ലാതെ തുടരുകയും അതിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം ആദ്യഘട്ടത്തിലുണ്ടാകുന്നു. തുടർന്ന് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് തരൂർ വിവാദങ്ങളിൽ മൗനം തുടരുന്ന കോൺഗ്രസ് നേതൃത്വം അതിനിടയിൽ ഈ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് തരൂർ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ഈ പ്രസിദ്ധീകരിച്ച് വന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ ഇംഗ്ലീഷ് ദിനപത്രം ആ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം, ദിനപത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ശശി തരൂർ തന്നെ ഇന്നലെ വൈകിട്ട് എക്സിൽ പോസ്റ്റിടുന്ന പശ്ചാത്തലം. ഇതോടെ തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങും എന്ന് തന്നെയാണ് സാഹചര്യം. പക്ഷേ തരൂർ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കൺസേൺസ് രാഹുൽ ഗാന്ധി അദ്ദേഹം അറിയിച്ചിരുന്നു. അത് ഫലം കാണുന്നു എന്ന
ഏറ്റവും പുതിയ സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് ശശി തരൂരിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിച്ചേക്കുമെന്ന് തന്നെയാണ് വിവരം. ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിലും മറ്റും പാർലമെന്റിൽ ഈ കാര്യങ്ങൾ, അതായത് കോൺഗ്രസ് ഉയർത്തുന്ന ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുക ഇനി തരൂരായിരിക്കാം. അത്തരത്തിലുള്ള വലിയ പദവികളിലേക്ക് തരൂരിനെ പരിഗണിക്കുന്ന കാര്യമടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം അത് മറ്റ് ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടെ മാത്രമേ കോൺഗ്രസിന് എടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചർച്ചയിലൂടെ മാത്രമേ ഈ കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത്. മാത്രവുമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ സജീവമാകണമെന്നുള്ള ഒരു ആഗ്രഹം നേരത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന്റെ കഴിവുകൾ ദേശീയ തലത്തിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, സംസ്ഥാനത്തേക്കല്ല തരൂർ വരേണ്ടത് എന്ന നിലപാടെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെ ദേശീയ തലത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ കൂടുതൽ സാധ്യത. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പമാണ് KPCC അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന തരത്തിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ പ്രചാരണമുണ്ടായത്. പരസ്യ പ്രതികരണങ്ങൾക്ക് ആരും തയ്യാറായില്ല എങ്കിലും കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റും എന്ന തരത്തിലുള്ളൊരു പ്രചാരണങ്ങൾക്ക് പിന്നിൽ. പക്ഷേ മുതിർന്ന നേതാക്കളൊക്കെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ കാര്യത്തിലും, അതായത് ഈ പുനഃസംഘടനയുടെ കാര്യത്തിലടക്കം ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിൽ അന്തിമമായൊരു തീരുമാനം ഇന്നുണ്ടാകും. തലപ്പത്ത് അഴിച്ചുപണി വേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് നേരത്തെ തന്നെ എടുത്തതാണ്. താഴെത്തട്ടിൽ പാർട്ടിയെ സജ്ജമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകും വിശദമായി ചർച്ച ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന അധികാര തർക്കങ്ങൾ, അത്തരം തർക്കങ്ങൾ പാർട്ടിയുടെ ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ, കോൺഗ്രസ് അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം കൂടി ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് AICC ആസ്ഥാനത്ത് വെച്ച് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അതായത് തരൂരുമായുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് ഒത്തുതീർപ്പാവുന്നു. ഈ പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അദ്ദേഹം തന്നെ ഈ പത്രത്തെ വിമർശിക്കുന്നു, പത്രം അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ തരത്തിൽ ആ വിവാദങ്ങൾ അവിടെ കെട്ടടങ്ങുമ്പോഴും നമുക്കറിയാം ശശി തരൂർ എപ്പോൾ വേണമെങ്കിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ തുടരെ പ്രസിദ്ധീകരിക്കാനോ ദേശീയ തലത്തിലേക്ക് അത് അറിയിക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിലാണോ അതോ കേന്ദ്രത്തിലാണോ ശശി തരൂരിന് റോൾ ഉണ്ടാവുക എന്നത് ഇന്നത്തെ യോഗത്തിൽ വ്യക്തമാവും എന്ന് നമുക്ക് കരുതാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. അന്തരിച്ച CPI നേതാവ് P. രാജുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാവും സംസ്കാരം. മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ കുടുംബം അനുവദിച്ചിരുന്നില്ല. CPIയിൽ നിന്ന് രാജുവിന് നീതി കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്ന വിമർശനവുമായി K. ഇസ്മായിലും രംഗത്ത് വന്നിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. P. രാജുവിൻ്റെ ഒരു അവസാന സമയത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകന്നാണ് നിന്നിരുന്നത്. അതിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തെ പാർട്ടി വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരണശേഷം സാധാരണ രീതിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ കുടുംബം എടുക്കുന്ന നിലപാട് എന്താണ് ഡാനി? സുജ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് P. രാജുവിൻ്റെ നിര്യാണം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇന്നത്തേക്കാണ് പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും എല്ലാം തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഇവിടെ കൊച്ചിയിലെ ഇപ്പോഴുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ നിന്ന് വിലാപയാത്ര ഇവിടേക്ക് കൊണ്ടുപോകും. മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുടുംബം സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ പൊതുദർശനം ചടങ്ങുകൾ അതെല്ലാം തന്നെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ കുടുംബം കൃത്യമായി ഈ വിഷയത്തിൽ ഒരു വലിയ നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ്. അത് ഇത്ര കാലം പാർട്ടിയുടെ ഏറ്റവും ജില്ലയിലെ തന്നെ CPIയുടെ എടുത്തു പറയുന്ന പേര് P. രാജുവിൻ്റേതായിരുന്നു. 91 മുതൽ 2001 വരെ പറവൂർ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 7 വർഷക്കാലം 2015 മുതൽ ഇങ്ങോട്ട് 22 വരെ 7 വർഷക്കാലം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ.
അത് അങ്ങനെയുള്ള ഒരാളുടെ നിര്യാണത്തിൽ കുടുംബം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇതിൽ ഔദ്യോഗികമായി യാതൊരു രീതിയിലുള്ള പാർട്ടി യാത്രയപ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് പാർട്ടി നൽകേണ്ടതില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പതാക പുതപ്പിക്കണമെങ്കിൽ പോലും അത് താലൂക്ക് തലത്തിലുള്ള നേതാക്കൾ ആരെങ്കിലും അല്പസമയത്തേക്ക് അദ്ദേഹത്തെ പുതപ്പിച്ചത് മാറ്റാം എന്ന ആ രീതിയിലേക്ക് കടുത്ത നിലപാടുമായി കുടുംബം വന്നിരിക്കുന്നു എന്നതാണ്. അതിന് പ്രധാനമായി അവർ കാണുന്നത് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പാർട്ടിക്കകത്ത് തന്നെയും ഒരു അഴിമതി ഈ സംഭവങ്ങൾ എന്ത് എന്ന് സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ടൊരു 3 അംഗ സമിതി അടക്കം നിയോഗിച്ചിരുന്നു. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ ജില്ലാ തലത്തിൽ നിന്നടക്കം ഈ പുറത്താക്കുകയും എല്ലാം തന്നെ തരം താഴ്ത്തുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷെ പിന്നീട് ഇത് സംബന്ധിയായ ഒരു കൺട്രോൾ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് വരികയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീണ്ടുമുള്ള ഒരു കടന്നുവരവ് ജില്ലാ ഘടകത്തിലായാലും സംസ്ഥാന തലത്തിലേക്കായാലുമുള്ള അദ്ദേഹത്തിൻ്റെ വരവ് ജില്ലാ ഘടകത്തിലെയും സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഒരു വിഭാഗവും പ്രതിരോധിച്ചിരുന്നു എന്നതാണ്. അതിൽ അദ്ദേഹത്തിന് കടുത്ത മാനസിക വിഷമമുണ്ടായിരുന്നു. കാരണം ഇക്കാലം അത്രയും ജില്ലയിലെല്ലാം പാർട്ടിയുടെ മുഖമായിരുന്ന ഒരാളെയാണ് ഇത്ര കണ്ട് അവഗണിച്ച് അദ്ദേഹത്തിന് കടുത്ത മാനസിക പ്രയാസങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു ആദരവ് ഈ അവസാന നാളുകളിൽ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിരുന്ന കുറേയധികം പേർ അവരുടെ ഒരു ആദരവിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് കുടുംബം തീരുമാനിക്കുന്നു. അവരത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കെ ഇസ്മായിലിനെ പോലെ മുതിർന്നൊരു നേതാവ് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പി രാജുവിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ഒരു വിഭാഗം പേർ ബോധപൂർവം ശ്രമിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയായൊരു നടപടിയേ ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഈ CPIക്കകത്ത് തന്നെയും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു ചേരിതിരിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം പാർട്ടി നടപടി ശരിയായിരുന്നു. ഇത്ര സീനിയറായ ഒരു നേതാവിനെ ഇങ്ങനെ ഒരു ആരോപണങ്ങളുടെ പേരിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കണ്ടെത്തുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ഈ സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവന്നില്ല, വീണ്ടും അദ്ദേഹത്തിന് സ്വാഗതം നൽകിയില്ല പാർട്ടി എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാളിലുള്ള ആ വേദന അദ്ദേഹം പങ്കുവച്ചിരുന്നു. പാർട്ടിയിലെ അടുത്ത ആളുകളോടും അതും കുടുംബാംഗങ്ങളോടും അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രവുമല്ല പറവൂരിലൊരു വലിയ വിഭാഗം പ്രവർത്തകർ, വലിയ സ്വാധീനം പറവൂർ മേഖല അദ്ദേഹത്തിനുണ്ട്. അവിടെയുള്ളൊരു പ്രവർത്തകരിലും ഈ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. കാരണം ഇത് പാർട്ടി അദ്ദേഹത്തോട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രവർത്തകരും അവിടെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം പറയുന്നു അങ്ങനെ പാർട്ടിയുടെ ഒരു ആദരവ് അദ്ദേഹത്തിന് നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു. പാർട്ടി ആസ്ഥാനങ്ങളിൽ ജില്ലയിലെയും അതോടൊപ്പം തന്നെ പറവൂരിലെയും ആസ്ഥാനങ്ങളിലൊന്നും പൊതുദർശനം വേണ്ട എന്ന നിലപാടിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം വരുന്നത്. ഇവിടെ നിന്ന് 8 മണിക്ക് ശേഷം വിലാപയാത്രയായി പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ 3 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വീട്ടുവളപ്പിൽ, കടാമംഗലത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെയെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തും എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ആ സമയത്ത് അവരൊരു പ്രതികരണവും കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രതികരണത്തിന് മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. ഇനി അതുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കുടുംബാംഗങ്ങൾ പരസ്യമായിട്ട് തന്നെ എതിർപ്പ് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോട്ടയം ഏറ്റുമാനൂരിൽ 3 പേർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എത്രത്തോളം സമയം മുൻപ് ഈ മരണം നടന്നു എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇവരാരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ടോ? ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു അപകടം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും അടുത്ത മിനിറ്റുകളിൽ മാത്രമാണ് ഈ അപകട വാർത്ത പുറത്തേക്ക് വരുന്നത്. പുലർച്ചെ പോയ ട്രെയിൻ തട്ടിയാണ് ഈ അപകടം ഉണ്ടായത്. അമ്മയും 2 കുട്ടികളുമാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയാണോ എന്ന സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്തായാലും ആരാണ് എന്ന് തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹങ്ങൾ ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംഭവ സ്ഥലത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭയും പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഫയർഫോഴ്സ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളുടെയൊക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഈ ട്രാക്കിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
വളരെ ദാരുണമായ ഒരു സംഭവം. എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഓരോ കാര്യവും ഇനി വ്യക്തമായി പുറത്ത് വരേണ്ടതുണ്ട്. ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇത് മാത്രമാണ്. അമ്മയും 2 കുട്ടികളും മാത്രമാണ്. ഈ മുഖമൊന്നും തിരിച്ചറിയാനാകാത്ത വിധമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ ട്രെയിൻ ഇടിച്ചു പോയ ശേഷം തൊട്ട് പിന്നിലുള്ള പാസഞ്ചർ ട്രെയിനുകൾ വിവരം കൈമാറിയിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും അവർ അവിടെ എത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അല്പസമയം മുൻപ് മാത്രമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ അമ്മയുടേതും 2 പെൺമക്കളുടേതും എന്ന് കരുതുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തി. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മറ്റു വാർത്തകളിലേക്ക് വരാം. വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. ഈരാറ്റുപേട്ട മുൻസിഫ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് PC ജോർജിനെ റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരുന്നു കോടതി. ഇന്നിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ആരോഗ്യാവസ്ഥയൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് PC ജോർജിന് ജാമ്യം കിട്ടുമോ? എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ പറഞ്ഞു തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ജോർജിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് പൊതുവെ അഭിഭാഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഈ വലിയ വാദം തന്നെ രാവിലെ മുതൽ 3 ഘട്ടമായി നടന്നിരുന്നു. ഈ വാദത്തിലെല്ലാം PC ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് കോടതി ഈ പോലീസ് അന്വേഷണം പൂർത്തിയായതാണ്, പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായതാണ്. അങ്ങനെ ഒരു പ്രതിക്ക് ഇനി മറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത് വിചാരണ സമയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതി പിന്നീട് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഈ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് സർക്കാർ അഭിഭാഷകൻ ചെയ്തത്. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചെങ്കിലും പക്ഷേ അതെല്ലാം മുൻകൂർ ജാമ്യാപേക്ഷയുടെ സമയത്തല്ലേ എന്ന ചോദ്യം കോടതി ഉയർത്തുന്നു. മാത്രമല്ല അദ്ദേഹം ഈ പല കോടതി വിധികളും ലംഘിച്ചിട്ടുള്ള ആളാണ് എന്ന വാദം ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയപ്പോൾ അതേസമയം തന്നെ അതിന് അത് സംബന്ധിച്ച് ഒരു നോട്ടീസും ഒരു കോടതി പോലും നൽകിയിട്ടില്ല എന്ന വാദം PC ജോർജിന്റെ അഭിഭാഷകനും ചൂണ്ടിക്കാണിച്ചു. അത് വെറുതെ ഒരു മൈതാന പ്രസംഗം എന്ന നിലയിൽ മാത്രം നടത്തിയാൽ പോരാ, അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ വേണമെന്ന ആവശ്യവും PC ജോർജിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അത്തരം രേഖകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, കാരണം അത്തരം നോട്ടീസൊന്നും നൽകിയിട്ടില്ല. എന്തായാലും ഈ 2 വാദമല്ലാതെ, അതായത് ജയിലിൽ കിടന്നിട്ടില്ല, ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ഈ 2 അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ജോർജിന് ജാമ്യം നൽകാതിരിക്കാനെന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. മാത്രമല്ല അന്വേഷണം പൂർത്തിയായല്ലോ എന്ന കാര്യവും കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഈ സാഹചര്യത്തിൽ പൊതുവെ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു വാദപ്രതിവാദങ്ങൾ ഇങ്ങനെയൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ ജോർജിനെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ വാദം പൂർത്തിയാക്കി ഇന്ന് രാവിലെ വിധി പറയാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. രാവിലെ വിധി പറയും. അങ്ങനെ വന്നാൽ തന്നെ ജോർജ് പുറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെ അദ്ദേഹം പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടി ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ, തുടർ ചികിത്സകൾ, പരിശോധനകളൊക്കെ കൂടി നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി വിധിയുണ്ടാകും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ആണ് ഇന്ന് ഈരാറ്റുപേട്ട കോടതി വിധി പറയുന്നത്. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിന് പിന്നാലെ അവിടെ ഭീഷണി ശബ്ദങ്ങളായിരുന്നു ഉയരുന്നത്. ഈ കൂറുമാറിയ അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഇപ്പോൾ CPM അവരുടെ വിശദീകരണം നൽകുന്നുണ്ട്. സുധീറിനെ CPM ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ വിളിച്ചിട്ടില്ല. സുധീർ അങ്ങോട്ട് വിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്തു എന്നാണ് CPMന്റെ ആരോപണം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ നുസൈബ കൂറുമാറിയതിന് പിന്നാലെ ഉണ്ടായ ഭീഷണി ഫോൺ വിളികളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ CPM എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? ഈ PV അൻവറിന്റെ പ്രസംഗം, ഭീഷണി പ്രസംഗമൊക്കെ ഏത് തരത്തിൽ ഇതിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ CPM വിശദീകരിക്കുന്നത്?
ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് PV അൻവറിന്റെ കൊലവിളി പ്രസംഗത്തിന് ശേഷം കൊലവിളിക്ക് ആസ്പദമായ സംഭവങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് CPM നേതാക്കൾ സുധീറിനോട് സംസാരിച്ചതിന് ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നത്. അതായത് ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ കാരണമുണ്ട് എന്നാണ് CPM വിശദീകരിക്കുന്നത്. ഈ ഫോണുകളൊക്കെ തന്നെ സുധീർ അങ്ങോട്ട് വിളിച്ചതാണ് എന്നാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം, പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി സുധീറിന് എതിരായിട്ടുള്ള ആരോപണത്തിൽ. അത് ഈ ഒരു അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഉണ്ടായതാണെന്നും അങ്ങോട്ട് വിളിച്ച് പലതവണ സംസാരിച്ചതിൽ ഇയാൾ പ്രകോപിതമായി സംസാരിച്ച് അൻവറിനൊപ്പം പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞതാണ് ഈ കാര്യമെന്നുമാണ് CPM വിശദീകരിക്കുന്നത്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് തെറ്റായ ഒരു ഉദ്ദേശം വെച്ചാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ വസ്തുത നിജസ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞാണ് അവർ ആ ഓഡിയോ സംഭാഷണത്തിൻ്റെ മുഴുവൻ രൂപവും പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് മറ്റൊരു സംഭവവികാസം കൂടി ഉണ്ടായിട്ടുള്ളത്. സുധീർ പുന്നപ്പാല കഴിഞ്ഞ ദിവസം പോലീസിന് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജനസേവന കേന്ദ്രം ഒരു കൂട്ടം ആളുകൾ വന്ന് അടിച്ചു തകർത്തിട്ടുണ്ട്. അതും ഈ ഒരു ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയത്തിൻ്റെ വിവാദങ്ങളെ തുടർച്ചയായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരാണ് അത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുള്ളതെന്ന ഒരു പരാതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വിവാദങ്ങൾക്ക് പുറമെ മറ്റ് അനുബന്ധ വിവാദങ്ങൾ തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ചുങ്കത്തറയിലുള്ളത്. ചുങ്കത്തറയിലെ CPMന്റെ നിലപാട് ഈ അൻവറിൻ്റെ ഈ ശ്രമങ്ങൾ അത് ഏതു വിധേനയും പ്രതിരോധിക്കുമെന്ന് തന്നെയാണ്. എല്ലാം കൃത്യമായി ആസൂത്രിതമായി ഒരു വളച്ചൊടിക്കുന്ന സ്വഭാവത്തിലാണ് അൻവർ കൈകാര്യം ചെയ്യുന്നത്. അത് ചില മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ ഒരു വലിയ ഗുരുതരമായ ആക്ഷേപവും CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരാതികൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നും ഉണ്ടായേക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അനുമോദ്, നമുക്ക് ഈ ശബ്ദ സന്ദേശങ്ങളുടെ ഒരു ടോണൊക്കെ കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ട രണ്ടാമത്തെ ഫോൺ കോളിലൊക്കെ വിവരങ്ങൾ ആരായുകയാണ്. ആ ആരായുന്നതിൻ്റെ കൂടെ ഈ ഭീഷണി സ്വരത്തിലുള്ളതാണ്. അപ്പോൾ ഈ CPM പറയുന്ന കാര്യങ്ങളാണോ ശരി, അതോ സുധീർ പറയുന്നതാണോ ശരി? നമുക്ക് ഈ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇതിൽ സ്വാഭാവികമായിട്ടും എല്ലാ വിവരങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. CPMന്റെ ഭാഗത്തുനിന്നും അവർ അത് വിശദീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുള്ള ശരിയായിട്ടും മറുവശത്ത് അവരുടെ ഭാഗത്തുനിന്ന് ന്യായീകരണമായിട്ട് വേണം കരുതാൻ. പക്ഷേ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണെന്ന് അൻവറും അൻവറിൻ്റെ കൂടെയുള്ളവരും വിശദീകരിക്കുമ്പോഴും അതുവരെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറച്ച് നിന്ന് യോഗങ്ങളിൽ പറഞ്ഞ് പാർട്ടിയെ വിശ്വസിപ്പിച്ച ഒരു അംഗമാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ സമയമായപ്പോഴേക്കും ഇടതുപക്ഷത്തിൽ നിന്നും കാലുമാറി UDFനൊപ്പം ചേർന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയത്തിൽ കാലുമാറ്റവും കൂറുമാറ്റവും ഒക്കെ സ്ഥിരമാണ്. അതൊരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറയുമ്പോഴും അതുവരെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ വിശ്വാസം ലംഘിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി എന്നുള്ളത് CPMനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ശരിയും തെറ്റും സ്വാഭാവികമായിട്ടും ചില ഭാഗത്തു നിന്നും അക്രമ സംബന്ധമായ രീതിയിലുള്ള സംഭാഷണങ്ങളും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു വരുന്നതിൽ ഏറിയ പങ്കും അവർ തന്നെ എഡിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തുവിടുന്നതിൽ. അപ്പോൾ അതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. പക്ഷേ അവിടുത്തെ ഒരു വസ്തുതയാണ് അതുവരെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അവരെ പാർട്ടിയുടെ വിശ്വാസമെല്ലാം ലംഘിച്ചുകൊണ്ട് വിശ്വാസമെല്ലാം തെറ്റിച്ചുകൊണ്ട് UDFനൊപ്പം പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനെ UDFകാർ ന്യായീകരിക്കുന്നുണ്ട്. അതേസമയം അതിനെ നിശ്ചിതമായി വിമർശിക്കാനുള്ള അവകാശം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ അത് ഭീഷണിയിലേക്കും അക്രമങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകുമ്പോഴാണ് അത് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം തീർക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് എന്തായാലും ചുങ്കത്തറയിലെ സംഭവ വികാസങ്ങൾ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ CPMന്റെ വിശദീകരണമാണ് പുറത്തു വരുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. അടുത്തയാഴ്ച കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ നടപടികളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്ന രേഖകൾ അന്തിമമാക്കൽ, ഒരുക്കങ്ങളുടെ വിലയിരുത്തൽ എന്നിവ ഇന്നത്തെ യോഗത്തിലുണ്ടാവും. സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് കഴിഞ്ഞ 18-ന് ചേർന്ന സംസ്ഥാന സമിതി അംഗീകരിച്ചിരുന്നു.
ഗാന്ധിഘാതകനായ ഗോഡ്സെ പുകഴ്ത്തിയ കാലിക്കറ്റ് NIT അധ്യാപിക ഷൈജ ആണ്ടവന് സ്ഥാനക്കയറ്റം നൽകിയ നടപടിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. മോദി സർക്കാർ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് സ്ഥാനക്കയറ്റമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. വിശദീകരണം നൽകാൻ NIT അധികൃതർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ അവിടേക്ക് മാർച്ചൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ജയറാം രമേശിന്റെ പ്രതികരണമൊക്കെ വരുന്നു. അപ്പോൾ ഈ NIT അധികൃതരുടെ വിശദീകരണം അത് ഏത് തരത്തിലായിരിക്കും? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ കോണുകളിൽ നിന്നും വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകൾ തന്നെ വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ KSUവും SFIയും ഈ NIT ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിൽ KSU നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശുകയും പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ SFIയുടെ പ്രകടനം അല്ലെങ്കിൽ SFI നടത്തിയ പ്രതിഷേധ പ്രകടനം കാര്യമായ ഒരു അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങില്ല. അവർ ബാരിക്കേഡ് ഭേദിക്കാൻ കാര്യമായ ശ്രമങ്ങളും നടത്തിയില്ല. എന്തായാലും ഒരു സമര പരമ്പരകളുടെ തുടക്കം എന്നാണ് രണ്ട് സംഘടനകളും ഇക്കാര്യത്തെ വിശേഷിപ്പിച്ചത്. ഇനിയും വരും ദിനങ്ങളിൽ ശക്തമായ പോരാട്ടവുമായി ഈ വിഷയത്തിൽ, അതായത് ഈ തീരുമാനം പിൻവലിക്കും വരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏപ്രിൽ 7 മുതലാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി ഈ ഷൈജ ആണ്ടവനെ കോളേജ് അധികൃതർ രജിസ്ട്രാർ നിയമിച്ചത്. നിലവിൽ ആയിരുന്ന ഡോക്ടർ പ്രിയാചന്ദ്രന് പകരമാണ് ഈ പുതിയ നിയമനം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഈ സീനിയോറിറ്റി അടക്കം മറികടന്ന് അല്ലെങ്കിൽ മറ്റ് പരിഗണിക്കേണ്ടിയിരുന്ന അധ്യാപകരെ ഒഴിവാക്കിയാണ് ഡോക്ടർ ഷൈജ ആണ്ടവനെ ഈ തസ്തികയിലേക്ക് നിയമിച്ചതെന്ന വിമർശനമാണ് വരുന്നത്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണമാവും, ഇതിനുള്ള ഒരു മറുപടിയാവും ഇന്ന് NIT അധികൃതർ നൽകുക. ഇന്ന് പ്രസ് ക്ലബിലാണ് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അവർ മറുപടി നൽകും. ഒപ്പം ഈ ഗാന്ധി ഘാതകനായ ഗോഡ്സെ പ്രകീർത്തിച്ചുള്ള സമൂഹ മാധ്യമത്തിന് താഴെയുള്ള കമന്റുമായി ബന്ധപ്പെട്ട ആഭ്യന്തരതല അന്വേഷണം കോളേജിൽ നടത്തിയിരുന്നു. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ഒരു ഫലം പുറത്തേക്ക് വന്നിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര തലത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും NIT അധികൃതർ നൽകിയേക്കില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയരുക തന്നെ ചെയ്യും. 2024 ജനുവരിയിലെ രക്തസാക്ഷി ദിനത്തിൻ്റെ അന്നാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഷൈജ ആണ്ടവൻ പോസ്റ്റ് ഇട്ടത്. അന്നും ഈ ഇപ്പോൾ നടക്കുന്നതിന് സമാനമായ പ്രതിഷേധ പരിപാടികൾ ക്യാമ്പസിലേക്ക് നടന്നിരുന്നു. ക്യാമ്പസിനുള്ളിലും പുറത്തും അന്ന് പ്രതിഷേധം നടന്നു. പിന്നീട് വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് ഈ ഡോക്ടർ ഷൈജ ആണ്ടവനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കോടതിയിലൊക്കെ ഹാജരായി ജാമ്യമെടുത്ത ശേഷം അവർ വിദേശത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോഴാണ് കേരളത്തിലേക്ക് ക്യാമ്പസിലേക്ക് മടങ്ങിയെത്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് നിയമനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇടത് സംഘടനകളും UDFന്റെ യുവജന സംഘടനകളും ഒക്കെ പറയുന്നത്. കാരണം ക്യാമ്പസുകളെ RSS വൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഏറെ നാളുകളായി കേന്ദ്രം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഏറെ RSSനോട് അനുഭാവം പുലർത്തുന്ന ഡോക്ടർ ഷൈജ ആണ്ടവന് നിർണായകമായ ഒരു സ്ഥാനം നൽകിയത് എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെതിരായ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും എന്ത് വിശദീകരണമാണ് NIT അധികൃതർക്ക് ഈ വിഷയങ്ങളിൽ നൽകാനുള്ളതെന്ന് നമുക്കിന്ന് ഉച്ചയോടെ അറിയാം. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മലപ്പുറം മൂത്തേടത്ത് ചെരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്ന് കണ്ടെത്തിയ ലോഹവസ്തു എന്തെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധനയ്ക്ക് വനം വകുപ്പ് വെടിയുണ്ടയാണെന്ന സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന. ഇന്നലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ലോഹവസ്തു കണ്ടെടുത്തത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, അത് ഒരു വെടിയുണ്ടയാണോ ഇരുമ്പിന്റെ ഒരു വസ്തു എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ വന്നിരുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ആരോഗ്യം ക്ഷയിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തിയത് ആ വസ്തു കാരണമാണ്. അങ്ങനെയാണോ ഇപ്പോൾ എത്തുന്ന നിഗമനം? എപ്പോഴായിരിക്കും ഈ വിഷയത്തിൽ ഒരു കൂടുതൽ പരിശോധന നടത്തി ഒരു ഫലം പുറത്തു വരിക? ശ്രീജ, ഇതില് നമുക്ക് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് രാവിലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ശരീരത്തില് അപായകരമായ രീതിയിലുള്ള പുറത്തു നിന്നുള്ള മുറിവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാട്ടിൽ വെച്ച് സ്വാഭാവികമായിട്ടും കുത്തുകൂടുമ്പോഴും മറ്റ് അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന മുറിവുകളും അതും അതുപോലെ തന്നെ പ്രായാധിക്യം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ,
അതൊക്കെയാണ് ഈ ആനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. ശരീരത്തിൽ പെല്ലറ്റുകൾ, അതായത് ചെറിയ ലോഹവസ്തുക്കൾ, അത് ഈ ആളുകളൊക്കെ ആനകളെ പേടിപ്പിച്ച് ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ലോഹവസ്തുക്കൾ, അത്തരത്തിലുള്ള ഇതിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. അത് വെടിയുണ്ടല്ല, അതായത് ഇതിൻ്റെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വെടിയുണ്ടയോ അത്തരത്തിൽ ലോഹവസ്തുവിൻ്റെ സാന്നിധ്യമോ ആനയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. ഒരുപക്ഷെ ഇത് കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു മൂത്തയുടെ മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത്. അത് ഇതിന് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റു പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാരണം കാട്ടിൽ അതിൻ്റെ അതിജീവനം സാധ്യമല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഇത്തരം ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുക. അവർക്ക് കൃഷി നശിപ്പിച്ചും അതേപോലെ പുഴയിലെ വെള്ളം കുടിച്ചുമൊക്കെ അതിനെ കുറേ കൂടി കാട്ടിലെ അത്ര ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കഴിയാൻ കഴിയും. അതുകൊണ്ടാണ് ജനവാസ മേഖല കേന്ദ്രീകരിച്ച് അത് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആനയുടെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അതിനെങ്ങനെ ഇതിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആനയെ കൃഷിയിടത്തു നിന്നും വിരട്ടി ഓടിക്കാനൊക്കെ ആളുകൾ ഒരു പക്ഷേ പെല്ലറ്റ് ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള പെല്ലറ്റുകളുടെ സാന്നിധ്യമാണ്, ലോഹവസ്തുക്കളുടെ സാന്നിധ്യമാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകളുണ്ട്. അതൊക്കെ പുഴുവരിക്കുന്ന നിലയിലായിരുന്നു. വ്രണങ്ങൾ വല്ലാതെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഴ്ചയെ തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടാകാം. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും തന്നെയാണ് ഇതിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക നിഗമനമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനെ വെടിവെച്ച് കൊന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാനാകില്ല. ഒരുപക്ഷെ സാധാരണഗതിയിൽ ആനയെ പേടിപ്പിക്കാൻ പെല്ലറ്റുകൾ, ചെറിയ തോക്കുകളും അതേപോലെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിലേതെങ്കിലും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ സാന്നിധ്യമാകാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാണെങ്കിലും ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്തും, അന്വേഷണങ്ങൾ നടത്തും എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി നമോദ, ലോഹവസ്തു എന്തായാലും അതിന് മരണത്തിന് ഇടയാക്കിയ വസ്തു ആവണമെന്നില്ല. പക്ഷെ അതെന്താണെന്നുള്ളത് വിശദമായ പരിശോധനയിൽ വ്യക്തമാവും. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. നാട്ടിൽ വേനൽ കടുക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാവുന്നത് കാർഷിക മേഖലയിലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏലം ഉൽപാദന കേന്ദ്രമായ ഇടുക്കിയിൽ താപനില ഉയർന്നതോടെ ഏലം കർഷകർക്ക് നെഞ്ചിടിപ്പേറുകയാണ്. മുൻവർഷം ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു. ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ കനത്ത ചൂടിൽ ഹെക്ടർ കണക്കിന് തോട്ടങ്ങളിലാണ് ഏലച്ചെടികൾ പൂർണ്ണമായും കരിഞ്ഞു നശിച്ചത്. എന്നാൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി നീക്കാതിരുന്ന തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നില്ല. ഇത്തവണ കൊടും ചൂട് മുന്നിൽ കണ്ട് കർഷകരിൽ പലരും തോട്ടങ്ങളിലെ മരശിഖരങ്ങൾ വെട്ടി നീക്കിയിട്ടില്ല. എന്നാൽ തെളിഞ്ഞുകിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെ ഏലച്ചെടികൾ വാടുന്നുണ്ട്. ശക്തമായ വെയിലടിക്കുന്ന പ്രദേശങ്ങളിൽ പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളമെടുത്തും വേനലിനെ കർഷകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പടുതാക്കുളങ്ങൾ വറ്റും. തോടുകൾ വറ്റുന്നതോടെയും പടുതാക്കുളങ്ങളിലെ വെള്ളം തീരുന്നതോടെയും ചെറുകിട കർഷകർ ദുരിതത്തിലാകും. വൻകിട കർഷകർക്ക് മാത്രമേ വലിയ സംഭരണ ശേഷിയുള്ള പടുതാക്കുളങ്ങൾ സ്വന്തമായുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് കടുത്ത വേനലാണ് അനുഭവപ്പെട്ടത്. അത് വേനൽ അനുഭവപ്പെട്ടുകൊണ്ട് ഏലമൊക്കെ ഉണങ്ങി, ഒത്തിരി കർഷകരുടെ ഏലം ഉണങ്ങി നശിച്ചുപോയി. അതിൽ നിന്നിപ്പോൾ അതിജീവിച്ച് ഏലം സംരക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കാലാവസ്ഥ ഇതുപോലെ നീണ്ട് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏലം നമ്മുടെ ഈ മേഖലയിൽ നിന്നും പരിപൂർണമായിട്ട് ഇല്ലാതാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമുക്ക് കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വില കുറയുമ്പോൾ വില വർദ്ധിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ വില നേരിയ തോതിൽ ഉയർന്നതല്ലാതെ വലിയ കുതിപ്പ് ഉണ്ടായിട്ടില്ല. 2800 രൂപയാണ് കമ്പോളത്തിൽ ഉയർന്ന വിലയായി ലഭിക്കുന്നത്. വൻകിട കമ്പനികളും ലേല ഏജൻസികളും ലേലകേന്ദ്രങ്ങളിൽ നിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണിക്കുകയും ഇത് വിലയിടിവിന് കാരണമാവുകയും ചെയ്യാറുണ്ടെന്നാണ് ആക്ഷേപം. ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിനെത്തിച്ച് ഏലക്കായുടെ ഉൽപ്പാദനം ഉയർത്തിക്കാണിച്ചും വിലയിടിക്കുന്നത് പതിവാണ്. 2019 ഓഗസ്റ്റിൽ ഏലക്കായ വില 7000 ആയതോടെ വളം കീടനാശിനി വിലകൾ 3 ഇരട്ടിയായി ഉയർന്നിരുന്നു. തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചു. ഇതോടെ ഉൽപ്പാദന ചെലവും ഇരട്ടിയായി. ന്യൂസ് 18 ഇടുക്കി. ഒരു സമയത്ത് നമ്മൾ മൂന്നാറിനെ പറ്റി പറയുമ്പോൾ അവിടെ പടയപ്പയുടെ പേര് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെയൊക്കെ പറയാറുണ്ട്. മൂന്നാറിനെ മനസ്സ് കീഴടക്കിയ ഒരു കാട്ടാനയായിരുന്നു പടയപ്പ. അത്രത്തോളം പ്രിയങ്കരനായ ഒരു കാട്ടാനയെ പറ്റി നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷേ അന്ന് നാടിൻ്റെ നായകനായി വിലസിയിരുന്ന പടയപ്പ ഇപ്പോൾ പക്ഷേ വില്ലനാണ്. പൊതുവെ ശാന്തനായിരുന്ന ആ കാട്ടാന ഇപ്പോൾ ആക്രമണങ്ങൾ പതിവാക്കിയിരിക്കുന്നു.
ഉയരം, വിരിഞ്ഞ മസ്തകം, നീണ്ടു വളഞ്ഞ മനോഹരമായ കൊമ്പുകൾ. ആനച്ചന്തത്തിന്റെ പൂർണ്ണതയാണ് പടയപ്പ. മൂന്നാറിലും മറയൂരിലും ദേവികുളത്തുമൊക്കെ എപ്പോൾ വേണമെങ്കിലും പടയപ്പെത്തും. കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വാസം. മുൻപ് ചില വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്ത് പഴങ്ങളൊക്കെ അകത്താക്കുകയും ചില സമയങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പ്രിയങ്കരനായിരുന്നു പടയപ്പ. എന്നാൽ 2 വർഷങ്ങളായി സ്ഥിതി മാറി. ഇപ്പോൾ പതിവായി ആക്രമണങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 1 മണിക്ക് വന്നിട്ട് പടയപ്പന്നെ ഞാൻ വന്നിട്ട് സീറ്റൊക്കെ പൊളിച്ചിട്ട് കരയെടുത്ത് പുറത്തിട്ട് വേസ്റ്റാക്കി ഇറങ്ങി. ഞാനെ കണ്ടാൽ തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഫോറസ്റ്റുകാർ അപ്പോൾ തന്നെ വന്നു, ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. അവർ പറഞ്ഞത് പടയപ്പാണെങ്കിൽ ഇപ്പോൾ മതപ്പാടുള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ. ഇത്തവണ മതപ്പാടിലായതോടെ ആക്രമണം വർദ്ധിച്ചു. മൂന്നാർ മറയൂർ പാതയിലും ദേവികുളം പാതയിലും നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. വാഹനങ്ങളെ ആക്രമിച്ചു. വിവിധ സംഭവങ്ങളിലായി 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിനൊപ്പം ഉൾവനത്തിലാണെങ്കിലും വീണ്ടും ആക്രമണവാസനയുമായി കാട് വിട്ടിറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ചേലോട് ചെല്ലാനം പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ MRF ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. കൊച്ചി സുസ്ഥിര മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമാണ് ചേലോട് ചെല്ലാനം പദ്ധതി. കൊച്ചിയിലെ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് ചേലോട് ചെല്ലാനം പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. CII ഫൗണ്ടേഷനും ചെല്ലാനം ഗ്രാമപഞ്ചായത്തും GICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ MRF ഫെസിലിറ്റി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രതികരണമാണ് ചേലോട് ചെല്ലാനം പദ്ധതിക്ക് ജനങ്ങൾ നൽകുന്നതെന്നും പദ്ധതി ചെല്ലാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. So it is very appropriate and really fantastic that CII came forward for this wonderful project in Chelanam Coastal Panchayat with huge ecological value, and I am really thankful first of all. ആദ്യം തന്നെ ഈ പ്രോജക്ട് CIIക്ക് എത്രയോ പ്രോജക്ട്സ് ചെയ്യാം, എത്രയോ പഞ്ചായത്തുണ്ട്, എത്രയോ പ്രോജക്ട്സ് ചെയ്യാം, എത്രയോ മേഖലകളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ചെല്ലാനം പഞ്ചായത്തിൽ MRF വേസ്റ്റ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് പ്രോജക്ട് ചെയ്ത CII ഭാരവാഹികളെ ആദ്യം തന്നെ അഭിനന്ദിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. പുതിയ MRF വരുന്നതോടുകൂടി മാലിന്യ വേർതിരിക്കലിനും സംസ്കരണത്തിനും വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് CII കേരള ചെയർമാൻ വിനോദ് മഞ്ഞില പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി മാലിന്യ ശേഖരണത്തിനായി നൽകിയ ഇ-കാർഡ് സേവനം വളരെ സഹായകരമായിട്ടുണ്ട്. മാത്രമല്ല പദ്ധതിയിലൂടെ ഹരിതകർമ്മസേനാംഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും കഴിഞ്ഞെന്നും വിലയിരുത്തലുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഫുൾ സഹകരണവും ഫുൾ സപ്പോർട്ടും അവരുടെ ലീഡർഷിപ്പും, ഈ പ്രോജക്റ്റിന്റെ ലീഡർഷിപ്പ് തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് വഹിക്കുന്നത്. ഈ മാലിന്യമുക്ത നവകേരളത്തിൽ ജനപ്രതിനിധികളുണ്ട്, കളക്ടറുണ്ട്, പല ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഈ പഞ്ചായത്തിന്റെ ഹെൽത്ത് വിങ്ങും അതേപോലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഫീൽഡിൽ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനുള്ള എല്ലാ എഫേർട്സും എടുക്കുന്നത്. സോ അവരെ ഈ പരിപാടിയിൽ ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ താരങ്ങൾ, നമ്മുടെ സ്റ്റാർസ്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലീഡർഷിപ്പ് ആൻഡ് സപ്പോർട്ട്. മുൻ CII ചെയർമാനും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് MDയുമായ അജു ജേക്കബ്, CII പ്രിൻസിപ്പൽ അഡ്വൈസറും സോഷ്യൽ ഇനീഷ്യേറ്റീവ് തലവനുമായ സുനിൽകുമാർ മിശ്ര തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തി. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, 8 വർഷത്തിന് ശേഷം റഹീം വന്നിറങ്ങുന്നത് ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും കഠിനമായ ഒരു സാഹചര്യങ്ങളിലേക്കാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? എന്താണ് വിവരങ്ങൾ? ഒരു വാക്ക് പോലും ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല. അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചുമില്ല. മനസ്സ് മരവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോകുന്നു അതുപോലെയാണ് ഞങ്ങളുടെ മുമ്പിലൂടെ അദ്ദേഹം അല്പസമയം മുമ്പ് പുറത്തേക്ക് വാഹനത്തിനടുത്തേക്ക് പോയത്.
അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ മറ്റ് ജനപ്രതിനിധികളോ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളോ ഒന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അവർ അദ്ദേഹത്തോടൊപ്പം മൗനമായി നടന്ന് വാഹനത്തിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹം DK മുരളി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കാണുമെന്നും അതിനുശേഷം കബറിടത്തിലെത്തി ഉമ്മയുടെയും തൻ്റെ സഹോദരൻ്റെയും ഭാര്യയുടെയും ഒക്കെ കബറിടത്തിലെത്തി പ്രാർത്ഥിക്കും എന്നുമാണ് ഈ കുടുംബാംഗങ്ങൾ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തമായ മറുപടി നൽകിയിട്ടുള്ള ഒരു പക്ഷേ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കാം, അവിടെ നിന്നായിരിക്കും ഈ കബറിടത്തിലേക്ക് വെഞ്ഞാറമൂട്ടിലുള്ള കബറിടത്തിലേക്ക് എത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം പോവുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യ ഷെമി അപകടനില ഇപ്പോഴും തരണം ചെയ്യാതെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷെമിയുടെ അടുത്തേക്ക് ഈ അബ്ദുൾ റഹീം വൈകാതെ എത്തും, ഇന്ന് തന്നെ എത്തിയേക്കും. അതിനുശേഷം ഈ അബ്ദുൾ റഹീമിൻ്റെ കൂടി സാന്നിധ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഷെമിയിൽ നിന്ന് ചോദിച്ചറിയേണ്ട ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം ഷെമിയുടെ അരികിൽ അബ്ദുൾ റഹീം ഉണ്ട്. അബ്ദുൾ റഹീമിൻ്റെ ഒപ്പമിരുത്തി ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി അധികം ഇതൊരു വ്യക്തത കൈവരും ഈ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ അബ്ദുൾ റഹീമിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അവരുടെ സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ദമാമിൽ നിന്ന് ഇവിടേക്ക് എത്തിയ അബ്ദുൾ റഹീം ഇപ്പോൾ ബന്ധുക്കൾക്കൊപ്പം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏതൊരു മനുഷ്യനും സ്വന്തം നാട്ടിലേക്ക് ഇത്രയും വർഷത്തിനു ശേഷം മടങ്ങിയെത്തുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ റഹീമിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടാണ് റഹീം വരുന്നത്. ആ നഷ്ടപ്പെടലിന് കാരണമായതാകട്ടെ മൂത്ത മകൻ. പ്രവാസ ലോകത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് ഇപ്പോൾ 8 വർഷത്തിനു ശേഷം റഹീമിന് ഇങ്ങനെയൊരു ഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര തലത്തിൽ ട്രാൻസ്ജെൻഡർ സൈനികരെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച് മെമ്മോ പെന്റഗൺ പുറത്തിറക്കി. ഇതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ജനുവരിയിൽ പുറത്തിറങ്ങിയിരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ട്രാൻസ്ജെൻഡറുകളോടുള്ള നിലപാട് എന്തായിരിക്കും എന്നത് ട്രംപ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ആണും പെണ്ണും മാത്രം മതി ഈ രാജ്യത്ത് എന്നൊരു നിലപാടെടുത്തതാണ്. പക്ഷേ ബറാക് ഒബാമ 2016 സ്വീകരിച്ച വിപ്ലവകരമായ നിലപാടാണ് ഇപ്പോൾ തിരുത്തപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ തീരുമാനത്തെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നടത്തിവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതുമാണ്. തൻ്റെ ഭരണത്തിൽ കാര്യമായ കാതലായ മാറ്റങ്ങൾ സൈന്യത്തിലടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ. ഇപ്പോൾ ഏറ്റവും പുതിയത് ഈ ട്രാൻസ്ജെൻഡറുകളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ ചേരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് ഭരണകൂടം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ സൈന്യത്തിൽ തുടരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് ഒന്നുകിൽ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ട പശ്ചാത്തലം കൂടി ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് പെന്റഗൺ. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുകയും മറ്റും ചെയ്തു. ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറങ്ങുകയും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും മറ്റും ചെയ്തിരുന്നു. അതായത് യുദ്ധമുഖത്ത് പോരാടാൻ മനോവീര്യമുള്ളവർക്ക് സൈന്യത്തിൽ തുടരാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി 3 മാസത്തെ, അതായത് 36 മാസത്തെ ലിംഗസ്ഥിരത വേണമെന്നും ഉത്തരവിൽ പറയുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ചിലരുടെയൊക്കെ ശസ്ത്രക്രിയകൾ പോലും, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ പോലും അമേരിക്ക ഇടപെട്ട് നടപ്പിലാക്കിയ പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഈ ട്രാൻസ്ജെൻഡറുകളെ പിരിച്ചുവിടാനുള്ള നീക്കം അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അടുത്ത മാസം മുതൽ തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ബരാക് ഒബാമയാണ് 2016 ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയും 2017 മുതൽ ട്രാൻസ്ജെൻഡറുകളെ അമേരിക്കൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ട്. ജോ ബൈഡൻ പിന്നീട് വന്ന ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഈ നിയന്ത്രണങ്ങൾ പിന്നീട് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാറ്റുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്നാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരമോ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇതിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ട്രംപ് ഭരണകൂടം നടത്തുന്നത്. ഈ ഉത്തരവ് വളരെ സ്ട്രിക്റ്റായി നടപ്പിലാക്കും എന്ന കാര്യത്തിലും ചില വ്യക്തതകൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡറുകൾക്ക് നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഈ മെമ്മോ
മെമ്മോ, ഇത് സംബന്ധിക്കുന്ന നടപടികളുടെ മെമ്മോ പെന്റഗൺ പുറത്തിറക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. 30 ദിവസത്തിനകം 30 ദിവസ സമയമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ട്രംപിന്റെ പരിഷ്കരണ നടപടികൾ തുടരുകയാണ്. അമേരിക്കയിലെ ചില വിഭാഗങ്ങളിൽ നിന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉയരുന്നുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ട്രംപ്. ഈ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്ജെൻഡർ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അമേരിക്കയിലെ വലിയൊരു വിഭാഗം ഇക്കാര്യത്തിലൊക്കെ നേരത്തെയും എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ നയങ്ങൾ, തൻ്റെ നയങ്ങൾ ഇതൊക്കെ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പോളിംഗിന് മുൻപ്, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് മുൻപ് വ്യക്തമാക്കി തന്നെയാണ് ട്രംപ് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ അമേരിക്കൻ പിന്തുണ കൂടും എന്നുള്ള ആത്മവിശ്വാസം ട്രംപിനുണ്ട്. അങ്ങനെ ഇതുവരെ പല പ്രസിഡന്റുമാരും സ്വീകരിക്കാത്ത പരിഷ്കാരങ്ങളിൽ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളിൽ ഒക്കെ കടുപ്പിക്കുകയാണ് കാര്യങ്ങൾ. നമുക്കറിയാം തീരുവയുമായി ബന്ധപ്പെട്ട്, അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, പല യുദ്ധമുഖത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായക തീരുമാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ട്രാൻസ്ജെൻഡർ നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് വൈറ്റ് ഹൗസ് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശ്രീജ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ട്രംപ് എടുക്കുന്ന അടുത്ത തീരുമാനം. 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് നടപ്പാക്കുകയും ചെയ്യും. ഇനി ഈ ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിലേക്ക് ഒന്ന് ഒറ്റനോട്ടത്തിൽ പോയി വരാം. ഇന്ന് ഇത് സംഭവിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ അമ്മ ഷെമിയിൽ നിന്ന് ഇന്ന് മൊഴിയെടുത്തേക്കും. അഫാന്റെ പിതാവ് റഹീം അല്പസമയം മുൻപ് കേരളത്തിലെത്തി. മതവിദ്വേഷ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാട്ടുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്ന് PC ജോർജ്. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ജോർജിന് പുറത്തിറങ്ങാനുമാകും. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 19ാം ദിവസത്തിൽ. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ബദൽ സമരം തുടർന്ന് CITU ഇന്ന് AG's ഓഫീസിലേക്ക് മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഇന്ന് സമ്മാനിക്കും. മന്ത്രി സജി ചെറിയാൻ വൈകിട്ട് തിരുവനന്തപുരത്ത് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ടാഗോർ തിയേറ്ററിലാണ് പരിപാടി. അന്തരിച്ച CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി മുൻ MLA-യുമായ P. രാജുവിന്റെ സംസ്കാരം ഇന്ന് പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ നടക്കും. പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. അനന്തുവിനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. കോട്ടയത്തെയും ഇടുക്കിയിലെയും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് AICC വിളിച്ച യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഏജൻസികളുടെയും AICC സെക്രട്ടറിമാരുടെ വിലയിരുത്തലും അവതരിപ്പിക്കും. ശശി തരൂർ യോഗത്തിൽ പങ്കെടുക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ 1-ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് കേരളം 3-ാം ദിനം കളി തുടങ്ങുക 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 എന്ന നിലയിലാകും. സച്ചിൻ ബേബിയും സർവതയുമാണ് ഇപ്പോൾ ക്രീസിൽ. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഓസ്ട്രേലിയ അഫ്ഗാനെ നേരിടും. സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ 2 ടീമുകൾക്കും ഇന്നത്തെ ജയം അനിവാര്യമാണ്. ലാഹോറിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസ് നോക്കാം. ആരൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആയി ആഘോഷിക്കുന്നതെന്ന്. UK-യിലെ ഇപ്സ്വിച്ച് അവിടെ താമസിക്കുന്ന നെയ്യോയുടെ 9-ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകളുമായി അമ്മ ഗായത്രി, അമ്മൂമ്മ വത്സലകുമാരി.
ഫെബ്രുവരി 29-നാണ് നിയക്കുട്ടി ജനിച്ചത്. ഈ വർഷം ലീപ്പ് ഇയർ ഇല്ലാത്തതിനാൽ ഫെബ്രുവരി 28-ന്, അതായത് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നു. അപ്പം 4 വർഷം കൂടുമ്പോഴാണ് നിയയ്ക്ക് സാധാരണഗതിയിൽ പിറന്നാൾ വരാറുള്ളത്. പക്ഷെ വീട്ടുകാരൊക്കെ കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് 28-ലേക്ക് ആഘോഷം മാറ്റിയിട്ടുണ്ട്. അപ്പം നിയക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് 3ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് നീരവ് മോന് ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ നീരവ്. ഇനി നമ്മൾ പോകുന്നു ജാഗ്രതയിലേക്ക്. കോട്ടയം ഏറ്റുമാനൂരിൽ 3 പേരെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. 3 പേരും ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നും ഹോൺ അടിച്ചിട്ടും മാറിയില്ലെന്നും ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിനെ അറിയിച്ചു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആത്മഹത്യയാണെന്ന സംശയമായിരുന്നു. ഇപ്പോൾ ലോക്കോ പൈലറ്റ് പറയുന്നത് എന്തൊക്കെയാണ്? തീർച്ചയായും ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരം വിവരം ലഭിക്കുന്നത്. ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നൽകിയ വിവരം ഇതാണ്. ഈ ട്രെയിൻ കടന്നു വരുന്ന സമയത്ത് ഇവരെ ട്രാക്കിൽ കണ്ടുകൊണ്ട് ഹോൺ അടിച്ചിരുന്നു. പക്ഷേ ഇവർ മാറാൻ തയ്യാറായില്ല. ട്രെയിൻ ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്ന ദൂരത്തായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും പറയുകയാണ്. എന്തായാലും ഇതൊരു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസും എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയും 2 കുട്ടികളും ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. അത് അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്തിമമായ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ തിരിച്ചറിയാനാകാത്ത വിധമാണ് മൃതദേഹങ്ങളുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് പോലീസ് നമ്മളെ അറിയിക്കുന്നത്. ഈ ട്രാക്കിൽ നിന്നും മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അല്പസമയം റെയിൽ ഗതാഗതം ഇതുവഴിയുള്ളത് അതുകൊണ്ട് തന്നെ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. മൃതദേഹങ്ങൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ എന്തെങ്കിലും ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും മിസ്സിംഗ് കേസുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ എവിടെയുള്ളവരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം സാധാരണഗതിയിൽ വീട്ടിൽ ആളുകളെ കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായും പരാതികൾ ഒക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ് വരാറുണ്ട്. ഇനി അത്തരം വിവരങ്ങൾ വൈകാതെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇവരെ തിരിച്ചറിയാനാകാത്തതാണ്, തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ മൃതദേഹത്തിന്റെ അവസ്ഥ എത്തി എന്നുള്ളതാണ് ഇതിനെല്ലാം പോലീസിന് മുന്നിൽ ഒരു പരിമിതിയായി ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വൈകാതെ ഇവരെ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടികൾ ക്രമങ്ങളിലേക്ക് കൂടി കടക്കും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാകുക. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കോഴിക്കോട് നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൗസയുടെ മരണത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസ് നിഗമനം. മൗസയുടെ ഫോണും കണ്ടെത്താനായിട്ടില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ മൗസയുടെ മരണത്തിലെ ദുരൂഹത അതേപടി തുടരുകയാണ്. നല്ല മിടുക്കിയായ ഒരു കുട്ടി. എന്താണ് മൗസയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുടുംബത്തിന് പോലും യാതൊരു വ്യക്തതയില്ല, സുഹൃത്തുക്കൾക്കുമില്ല. എന്തെങ്കിലും വിവരം കിട്ടേണ്ടത് ആ ഫോണിൽ നിന്നാണ്. പക്ഷേ അതെവിടെ ഇന്ന് അറിയുകയുമില്ല. പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണോ? ഈ സുഹൃത്തിനെ പറ്റി എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ശ്രീജ, മൗസയുടെ മരണം നടന്ന അന്നത്തെ ദിവസം തന്നെ ഈ കൂട്ടുകാരികളായ ആളുകൾ ഈ പോലീസിന് ഈ യുവാവിനെ കുറിച്ച്, കോഴിക്കോട് കോവൂർ സ്വദേശിയായ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇയാൾ മൗസയുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി എന്നതും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയെങ്കിലും സ്ഥലത്തില്ല എന്ന മറുപടിയാണ് വീട്ടുകാരിൽ നിന്ന് നൽകിയത്. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിന് പുറത്തേക്ക് ഇയാൾ പോയി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാടൊക്കെ കേന്ദ്രീകരിച്ച് ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമായി നടത്തുന്നു. ബംഗളൂരുവിലും ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും കഴിഞ്ഞ നവംബർ മാസമൊക്കെ മുതലാണ് ഈ മൗസയുമായി ഇയാൾ അടുത്തു നിന്ന് കൂട്ടുകാർ പറയുന്നു. കാരണം അതുവരെ വളരെ സജീവമായി കുട്ടികളുമായി ഇടപഴകി സുഹൃത്തുക്കളുമായൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരു ആളായിരുന്നു മൗസ. പക്ഷേ ഈ യുവാവ് ജീവിതത്തിലേക്ക് വന്ന ശേഷം പിന്നീട് തീരെ ഇടപെടലുകൾ കുറച്ചു.
സുഹൃത്തുക്കളുമായുള്ള ആശയവിനിമയങ്ങൾ കുറച്ചു. ഈ ഒരു യുവാവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ യുവാവ് ഇത്തരത്തിൽ ഈ മറ്റു ആളുകളുമായി ഇടപഴകരുത്, ഫോണിൽ വിളിക്കരുത്, ചാറ്റ് ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒരു ടോക്സിക് ബന്ധമായിരുന്നു എന്ന് ഈ യുവതി തന്നെ പിന്നീട് സുഹൃത്തുക്കളോട് പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഈ യുവാവ് ഈ കുട്ടിയുടെ മൗസയുടെ വീട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് വിളിച്ചിരുന്നു. അന്ന് പറഞ്ഞത് താനും മൗസയുമായി അടുപ്പത്തിലാണ്, തനിക്ക് ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മൗസയെ താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, അതിനുള്ള ഒരുക്കങ്ങളിലാണ് എന്നൊക്കെ രീതിയിലുള്ള സംസാരിച്ചു. അത്തരത്തിൽ 22 മിനിറ്റാണ് മൗസയുടെ അമ്മയുമായി ഇയാൾ സംസാരിച്ചത്. ഇതിനുശേഷം ഈ അമ്മയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് മൗസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് ഇത്തരത്തിലുള്ളൊരു അടുപ്പമോ സൗഹൃദമോ ഉള്ള കാര്യം വീട്ടിൽ മൗസ അറിയിച്ചിരുന്നില്ല. ഒപ്പം ഇയാൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ട് എന്നുമൊക്കെ ഉള്ളത് മൗസയെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവുമായിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായി. ഈ വാക്കേറ്റത്തിനൊടുവിലാണ് മൗസയുടെ ഫോൺ ഇയാൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത്. പിന്നീട് ഈ വീട്ടുകാരിത് അറിഞ്ഞതിൻ്റെ മാനസിക വ്യഥയും ഇയാൾക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഒരു ആഘാതവും മൗസയ്ക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രാവിലെ കലോത്സവത്തിലൊക്കെ പോയി കോളേജിൽ നിന്ന ശേഷം ഉച്ചയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ആത്മഹത്യ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, സഹപാഠികളായ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ യുവാവ് അവിടെ എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇതിൽ കുറച്ച് വ്യക്തത കൂടി പോലീസിന് വരേണ്ടതുണ്ട്. അതിനുശേഷം ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാനുള്ള ഒരുക്കത്തിലുമാണ്. എന്തായാലും മൗസയുടെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം, ഈ തെരയുന്ന യുവാവ് ഒളിവിൽ പോയിരിക്കുന്ന സാഹചര്യം, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അനീഷ്, ഈ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചതിന്റെ സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുത്തെന്നും ആ രീതിയിലൊക്കെയുള്ള വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ പോലീസിന് ഈ മരണം നടന്ന തൊട്ടു പിന്നാലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇത്ര ദിവസമായിട്ടും ഇയാളെ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയരില്ലേ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നതിലൊരു വ്യക്തത ഇനിയും വരുന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ? തീർച്ചയായും പോലീസിന് അത് വലിയ നാണക്കേടാവും. കാരണം ഈ സംഭവം നടന്ന അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സഹപാഠികളായ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന കുട്ടികൾ മൊഴി നൽകിയിരുന്നു ഇങ്ങനെ ഒരു യുവാവുമായി അടുപ്പമുണ്ട്. അതിലുപരി ഈ സ്വകാര്യ വസ്തുക്കൾ തിരഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ, സാധാരണഗതി നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറിയ പങ്കിൻ്റെയും തെളിവുകൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രതികളെ പിടികൂടാൻ പോലീസിനൊക്കെ സഹായിക്കുന്നത് മൊബൈൽ ഫോണാണ്. പക്ഷേ ഇവിടെ ഈ കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ അപ്പാടെ അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം, അതാണ് ഏറ്റവും അസ്വാഭാവികമായി അന്ന് തന്നെ തോന്നിയത്. ഒരു കടലാസ് കഷ്ണം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുറിയിൽ നിന്ന് ലഭിച്ചത്. അത് ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം അമ്മാവിൻ്റെയും ഫോൺ നമ്പറുകൾ അടങ്ങുന്നു. അതായത് താൻ മരണം തിരഞ്ഞെടുക്കാൻ പോകുന്നു, തൻ്റെ കുടുംബത്തെ അറിയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കരുതിയ ആ കടലാസ് കഷ്ണം മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഫോൺ കാണാതായപ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടികളിൽ നിന്നും മൊഴി ലഭിച്ചപ്പോൾ തന്നെ ഇയാളുടെ വീട്ടിലേക്ക് ഇയാളെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അയാൾ അവിടെ നിന്നും അപ്പോഴേക്കും അപ്രത്യക്ഷനാവുന്നു. ഇക്കാര്യം കുടുംബത്തോട് അറിയിച്ചപ്പോൾ പോലും ഈ അമ്മയുടെ ഭാഗത്തുനിന്നും അനുകൂലമായൊരു നിലപാടല്ല ഉണ്ടായത്. ഒപ്പം ഈ ഭാര്യയുമായി അകന്നു കഴിയുന്നു എന്നൊക്കെ ഈ മൗസയുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് താനുടൻ വിവാഹമോചിതനാവും, അതിനുശേഷം വിവാഹം കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഇയാളുടെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായത്. ഇരുവരും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങളും അവരുടെ വിവാഹ ജീവിതത്തിൽ ഇല്ല, വളരെ സുഖമായി മുന്നോട്ട് പോകുന്ന കുടുംബമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അതായത് മൗസയോട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി കള്ളമാണ്, അല്ലെങ്കിൽ ഒരു അവിവാഹിതനായ ആളെന്ന വ്യാജേനയാണ് എത്തി മൗസയോട് ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷം തന്നോട് പോലും പറയാതെ തൻ്റെ കുടുംബത്തിൽ വിളിച്ച് ഇയാൾ വിവാഹിതനാണെന്ന് അറിയിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം, ഈ മൗസയുടെ അച്ഛനോട് മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങേയറ്റം കുടുംബവുമായി സൗഹാർദ്ദപൂർവ്വം ജീവിച്ചിരുന്ന ഒരാളാണ്. പലവട്ടം വീട്ടിൽ സംസാരിക്കുന്ന കളിതമാശകൾ പോലെയൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും അത്തരത്തിലൊന്നുമില്ല എന്ന് ഒഴിഞ്ഞു മാറിയ മൗസയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ മുഖത്തു നിന്നും ഇക്കാര്യം കുടുംബം കേൾക്കേണ്ടി വന്നതിൻ്റെ ഒരു ആഘാതം വലിയ തോതിൽ ഈ കുട്ടിക്കുണ്ടായിരുന്നു. ഒപ്പം ഒരു ടോക്സിക് ബന്ധമെന്ന രീതിയിൽ തന്നെയാണ് അവസാന ഘട്ടങ്ങളിൽ ഈ മൗസ ഈ തൻ്റെ സുഹൃത്തിനെ കുറിച്ച് സഹപാഠികളോടും മറ്റുമൊക്കെ പറഞ്ഞത്. ഈ കോളേജിന് എതിർവശത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ഒരു പാർട്ട് ടൈം ജോലി നേടിയിരുന്നു. പക്ഷേ പണത്തിനൊന്നും ആവശ്യമുള്ള കുട്ടിയല്ല, കാരണം വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള
കുടുംബമാണ്. പക്ഷേ എങ്കിൽ പോലും എൻഗേജ്ഡായി നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ജോലി ചെയ്തത്. ആ ജോലി സ്ഥലത്ത് നിന്ന് പോലും നവംബർ മുതൽ ആ കുട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടുത്തെ ജോലി നൽകിയിരുന്ന ആളും അനിയനും അവരൊക്കെ ആയിട്ട് വലിയ സൗഹൃദമായിരുന്നു. അവരൊന്നും വിളിക്കാതിരിക്കുക, മറ്റു ആൺ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ സഹപാഠികളുമായോ പോലും മിണ്ടാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം. ക്ലാസ് വിട്ട് നേരെ റൂമിലേക്ക്, ഈ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഇടമാണ്, അവിടേക്ക് കുറച്ച് പെൺകുട്ടികൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ മുറിക്കള്ളിലേക്ക് അടച്ചിട്ട് ഇയാളുമായി ഫോൺ വിളിക്കുന്നത് മാത്രമായി മൗസയുടെ ലോകം ചുരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ കുട്ടിയെ വരിഞ്ഞു മുറുകി പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ പ്രതി എന്ന് കരുതുന്ന ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തണമെന്നാണ് തീർച്ചയായും മനീഷ്. ഒരു വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നത് അറിയാതെ, എന്താണ് ആത്മഹത്യയുടെ കാരണമെന്നറിയാതെ ഇരുട്ടിത്തപ്പുകയാണ് കുടുംബം. അത് തെളിയേണ്ടത് മൗസയുടെ ഫോണിലായിരിക്കും നിർണായകമായ അതിൻ്റെ തെളിവുകൾ ഉണ്ടാവുക. പക്ഷേ ആ ഫോൺ സഹിതം ഇയാൾ എവിടെ പോയി എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് വലിയ പ്രതിഷേധം സൃഷ്ടിക്കുന്നുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും ബുള്ളറ്റിനുകളിൽ മടങ്ങിയെത്തും. കോഴിക്കോട് ഓഫീസേഴ്സ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ തോക്കുമായി യുവാവിന്റെ പരാക്രമം. തോക്ക് ചൂണ്ടി മറ്റുള്ളവരെ യുവാവ് ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഉണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ചില സിനിമകളിലെ ദൃശ്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇന്നസെൻ്റ് കയ്യിൽ തോക്കുമായി നടക്കുന്ന ഒരു സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇയാൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണോ അതോ അതൊരു വലിയ രീതിയിലുള്ള ഭീഷണി, ക്ലബിൽ മറ്റംഗങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറത്തുള്ള ഭീഷണി, അങ്ങനെയാണോ? ഷീജ, കോഴിക്കോട് ഉള്ളേരി സ്വദേശിയായ സുധീന്ദ്രൻ എന്നയാളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇയാൾ ഈ ഓഫീസ് ക്ലബ്ബിലെ അംഗമാണ്. സ്ഥിരമായി ഈ ഓഫീസ് ക്ലബ്ബിലെത്തി മദ്യപിക്കുകയും മറ്റുള്ളവരുമായി ആശയവിനിമയമൊക്കെ നടത്തി പോവുകയും ചെയ്യുന്ന ആളാണ്. പലപ്പോഴും ഇത്തരത്തിൽ മദ്യപിച്ച് ലക്ക് കെട്ട ശേഷം ഈ അംഗങ്ങൾക്ക് നേരെ വാക്ക് തർക്കം ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. അത്തരത്തിൽ തന്നെയാണ് ഇന്നലെയും ഇതുപോലെ വാക്കുതർക്കം ഉണ്ടായത്. പലപ്പോഴും ഇയാളുമായി വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മറുവശത്തുള്ള ആളുകൾ ഒരുപക്ഷെ അവിടെ നിന്നും മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവരിത്തരത്തിൽ ഈ ബഹളത്തിൽ കക്ഷിയാവാതിരിക്കുക ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ സാധാരണ നിലയിലുള്ള പ്രകോപനം ഒരു പടി കൂടി കടന്ന് കയ്യിലുള്ള ഒരു എയർ പിസ്റ്റൾ ഉപയോഗിച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു. ഓഫീസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ആളുകളുടെ നേരെ ഇത് ചൂണ്ടി ഭീഷണി നടത്തി അതിനുശേഷം വാഹനത്തിലിട്ടുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും എയർ പിസ്റ്റൾ ആയതുകൊണ്ട് തന്നെ അത് കയ്യിൽ വെക്കാൻ അനുമതി ഉള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് അത് കയ്യിൽ വെച്ചാൽ പ്രത്യേക ഒരു നിയമവിരുദ്ധമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ആളുകൾക്ക് നേരെ ഭീഷണി ഉയർത്തിയെന്നും സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് ഈ പോലീസ് ഈ ഗണ്ണ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉള്ള ഒരു ആൾ കൂടിയാണ്. പക്ഷേ അത്തരം ലൈസൻസ് ഉണ്ടായപ്പോഴും ഒരു ആയുധം കാട്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി എന്നതൊരു കുറ്റമായി തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ക്ലബ് അംഗങ്ങൾ, ഓഫീസ് ക്ലബ് അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഉള്ളിയേരി സ്വദേശി സുധീന്ദ്രനാണ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ ഇങ്ങനെയൊരു പരാക്രമമൊക്കെ കാണിച്ചത്. എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരം. പൂനെയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. ഷിരൂരിൽ നിന്നാണ് പ്രതി ദത്താത്രേയ ഗാഡയെ പിടികൂടിയത്. രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ശ്രീജയ്, ബലാത്സംഗം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദത്താത്രേയ രാംദാസ് ഘാട്ടെ പുലർച്ചെ 1:30 ജന്മഗ്രാമത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പൂനെയിലെ ഷിരൂരിലാണ് ഇയാളുടെ ഗ്രാമം.
ഇവിടെയുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഏതാണ്ട് 13 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. മാത്രവുമല്ല, കരിമ്പിൻ പാടത്ത് ഇയാൾ ഒളിച്ചിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചൊക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിൽ ഇയാൾ ഭക്ഷണത്തിനായി ഒരു വീട്ടിൽ രാത്രി എത്തി. ഇതാണ് ഈ അറസ്റ്റിലേക്ക് നയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഈ വീട്ടുടമസ്ഥൻ പോലീസിന് ഇത് സംബന്ധിച്ച വിവരം നൽകുകയായിരുന്നു. തുടർന്ന് 1:30 ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. പ്രത്യേകിച്ച് നഗരമധ്യത്തിൽ ഏതാണ്ട് പുനെയിലെ തന്നെ സ്വർഗാട്ട് ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പുനെയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനാണ്. അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ തെറ്റായ വിവരങ്ങൾ നൽകി, അതായത് ബസ് സംബന്ധിച്ച് തെറ്റായ വിവരം നൽകി മറ്റൊരു ബസ്സിൽ കയറ്റിക്കൊണ്ട് നിർത്തിയിട്ടിരുന്ന ബസ്സിൽ കയറ്റിക്കൊണ്ട് അവിടെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം മഹാരാഷ്ട്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. ഈ സംഭവത്തിൽ ഏതായാലും വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് തട്ടിക്കൊണ്ടുപോകൽ, ഒപ്പം തന്നെ മോഷണമടക്കം ഏതാണ്ട് 6 കേസുകൾ ഇയാൾക്ക് എതിരെ ഉണ്ട് എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പൂനെയിൽ പൊതുസ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു വലിയ അതിക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 2 ദിവസത്തിന് ശേഷം പ്രതിയെ ഷിരൂരിൽ ഇയാളുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. പാലക്കാട് പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 160ഓളം ഗ്രാം MDMAയുമായി മൊത്തക്കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനിലാണ് MDMA ഇടപാടുകാരെ പിടികൂടിയത്. പട്ടാമ്പി മുതുതല ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ച് 11.54 ഗ്രാം MDMAയുമായി മണ്ണങ്ങോട് സ്വദേശി അക്ബറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെ ഇയാളെ ഉപയോഗിച്ച് MDMAയുടെ മൊത്തക്കച്ചവടക്കാരെയും പോലീസ് വലയിലാക്കി. മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി 148.15 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഈ പ്രദേശത്തേക്കാണ് മൊത്തക്കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരി കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളുമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. നാട്ടിലെങ്ങും മയക്കുമരുന്ന് പിടികൂടുന്നത് ഇപ്പോൾ ഒരു വളരെ സാധാരണ സംഭവമായി. കൊല്ലത്തും സമാനമായ വാർത്തയുണ്ട്. കൊല്ലത്ത് MDMAയും കഞ്ചാവുമായാണ് യുവാവ് പോലീസ് പിടിയിലായത്. കുലശേഖരപുരം സ്വദേശി അനീഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കരുനാഗപ്പള്ളി നീലിക്കുളത്തിന് സമീപം പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിയിൽ നിന്ന് 6 ഗ്രാമോളം MDMAയും 318 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പ്രതിക്ക് ലഹരി എത്തിച്ച് നൽകിയവരെ കുറിച്ചടക്കം പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് ഒറ്റപ്പാലത്ത് സുന്ദരയ്യർ റോഡിൽ ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. മലപ്പുറം പെരുമ്പടപ്പ് അയിരൂർ നാലകത്തിൽ യൂസഫ്, കോയമ്പത്തൂർ കൗണ്ടംപാളയം ബാലാജി നഗറിലെ ശിവപ്രകാശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുജോലിക്കാരിയായി ആയ കണ്ണിയമ്പുറം സ്വദേശിയുടെ മാലയാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. മറ്റൊരു മോഷണ കേസിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇരുവരെയും കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു സംഭവം. ആ ദിവസം തന്നെ ഇവർ വടക്കാഞ്ചേരിയിലും മോഷണം നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇരുവരെയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതോടെ ഇന്നത്തെ രാവിലെ പൂർണ്ണമാവുകയാണ്. ഇത്തരം അത്ര സന്തോഷകരമല്ലാത്ത വാർത്തകളോടെ അവസാനിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി രസകരമായ തമാശയൊക്കെയുള്ള കാഴ്ചകൾ കാണാം. ഇത് കണ്ടു. അതിനുശേഷം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി 9 മണി വാർത്ത.